ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമുക്കറിയാം, നമുക്ക് ഈ വരാൻ പോകുന്ന മെയിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് വരും? സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് പറഞ്ഞാണ് ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്നത് 2026 എന്ന് പറയുന്നത് ഒരുപാട് എക്സാംസ് ഒരുമിച്ച് നടക്കാനായിട്ട് പോകുന്ന ഒരു ഇയർ ആണ് 2026 എന്ന് പറയുന്നത്, അല്ലേ? അതിന്റെ എല്ലാം നമുക്ക് 2026 പകുതിക്ക് ശേഷം അങ്ങോട്ടെന്ന് പറയുമ്പോഴത്തേക്ക് പ്രിലിംസും മെയിൻസുമായിട്ട് ഒരുപാട് എക്സാമുകൾ ഈ വർഷം നമുക്ക് നടക്കാനായിട്ട് വരുന്നുണ്ട്, അല്ലെ? അതിൽ 7th ലെവൽ എക്സാംസ് ഉൾപ്പെടും, 10th ലെവൽ എക്സാംസ് ഉൾപ്പെടും, ഡിഗ്രി ലെവലിന്റെ മെയിൻസും പ്രിലിംസും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, ഈ ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്, അല്ലെ? അതിനുശേഷം ഉടനെ തന്നെ നമുക്ക് 10th പ്രിലിംസിന്റെ എക്സാം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നടക്കുന്നുണ്ട്. 10th പ്രിലിംസിന്റെ എക്സാം വരും. നമുക്ക് പ്രധാനമായിട്ടും 7th 10th ലെവൽ എക്സാമുകളിലായിട്ട് 3 എക്സാമുകളാണ് പ്രധാനമായിട്ടും എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്, അല്ലെ? കമ്പനി ബോർഡ് എൽജിഎസ് നമുക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബെവ്കോ എൽഡിഎസ് വരുന്നുണ്ട്, ആൻഡ് അതോടൊപ്പം തന്നെ നമുക്ക് എന്തും വരുന്നുണ്ട്, VFAയും വരുന്നുണ്ട്, അല്ലെ? വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു കൂട്ടത്തിൽ എപ്പോഴും ഒരു പടി മുകളിൽ നിൽക്കുന്നത് ആരാണ് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്, VFA തന്നെയാണ്, അല്ലെ? കാരണം ഈ വരുന്ന എക്സാംസിൽ പ്രിലിംസ് ഇല്ലാതെ ഒരൊറ്റ സ്റ്റേജ് ആയിട്ട് നടക്കുന്ന എക്സാം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? VFA, നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തന്നെയാണ്, അല്ലെ? ബാക്കി കമ്പനി ബോർഡ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ LDC ആണെന്നുണ്ടെങ്കിലും അതെല്ലാം സ്റ്റേറ്റ് വൈഡ് എക്സാംസ് ആണെന്നുണ്ടെങ്കിൽ VFA നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരുക്കുക എന്ന് വെച്ചാൽ സ്വന്തം നാട്ടിൽ ജോലി ചെയ്യാനുള്ള ഒരു അവസരം, അല്ലെ? ഡിസ്ട്രിക്ട് വൈസ് പോസ്റ്റ് ആയിട്ടാണ് ഏത് വരുന്നത്? VFA വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് എന്തില്ല? പ്രിലിംസ് ഇല്ല. ഡയറക്റ്റ് നമ്മുടെ മെയിൻസിന്റെ എക്സാം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, വരുന്നുള്ളൂ, അല്ലെ? അപ്പൊ കൂട്ടത്തിൽ നമ്മൾ ഈ കമ്പയർ ചെയ്യുന്ന മറ്റ് എക്സാമുകളായിട്ട് നോക്കുമ്പോൾ എപ്പോഴും ഒരുപാടി മുകളിൽ നിൽക്കുന്നവരുണ്ട് ഈ VFA എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ VFA എന്ന് പറയുന്ന ഒരിക്കലും കമ്പനി ബോർഡ് LGS പോലെ അത്രയും വലിയൊരു റാങ്ക് ലിസ്റ്റ് വന്ന് അത്രയും നിയമനങ്ങൾ നടക്കുന്ന ഒരു ലിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നമ്മളല്ല എന്ന് പറയേണ്ടി വരും. ബട്ട് സ്റ്റിൽ ബെവ്കോ LDSയേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ, നിലവിലെ സർക്കംസ്റ്റാൻസ് നോക്കുമ്പോൾ എന്തുകൊണ്ടും ബെവ്കോ LDSയെക്കാട്ടിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് VFA എന്ന് പറയുന്നത്, അല്ലേ? അതുമല്ല ബാക്കി നമ്മൾ 10th ലെവലിലേക്കൊക്കെ വരുമ്പോൾ VFA എന്ന് പറയുന്നത് അതിന്റെ റെപ്യൂട്ടേഷൻ നോക്കിയാലും മറ്റു കാര്യങ്ങൾ നോക്കിയാലും എപ്പോഴും ജോലിയുടെ സ്വഭാവം നോക്കിയാലും ജോബ് പ്രൊഫൈൽ നോക്കിയാലും എല്ലാം എപ്പോഴും ഒരുപാട് മുകളിൽ നിൽക്കുന്നതാണ്. കാരണം ഒന്ന്, സ്വന്തം നാട്ടിൽ ജോലി ചെയ്യാനുള്ള ഒരു അവസരം എന്നുള്ളത് തന്നെയാണ്, അല്ലെ? സ്വന്തം നാട്ടിൽ ജോലി ചെയ്യാനുള്ള അവസരം വരുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി, അല്ലെ? റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്കൊരു അവസരം കിട്ടുക എന്ന് പറയുന്ന മറ്റു ഡിപ്പാർട്ട്മെന്റിലെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റിനേക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്നത് തന്നെയാണ് ഇതെന്ന് പറയുന്നത്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജോലി എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ആൻഡ് പേ സ്കെയിൽ നോക്കുമ്പോൾ പുതിയ റിവിഷനും കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള ചേഞ്ച് വരുന്നുണ്ട്. യോഗ്യതയിൽ മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഒരു പേ റിവിഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, VFAയുടെ കേസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആകെയുള്ളൊരു ന്യൂനത എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ പ്രൊമോഷൻ സാധ്യത കുറച്ച് കുറവാണെന്നുള്ളത് മാത്രമാണ് നമുക്ക് VFAയുടെ കേസിൽ ഒരു നെഗറ്റീവ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുക. എങ്കിൽ പോലും ബൈ ട്രാൻസ്ഫറിനുള്ള ഓപ്ഷൻസ് ഏതിന്റെ കേസിൽ വരുന്നുണ്ട്, നമുക്ക് VFAയുടെ കേസിൽ വരുന്നുണ്ട്, അല്ലെ? VFAയുടെ കേസിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നിലവിൽ പല ജില്ലകളിലും ഈ വർഷം നവംബറോട് കൂടി അല്ലെങ്കിൽ ഡിസംബറോട് കൂടി തന്നെ എന്തെയും റാങ്ക് ലിസ്റ്റ് അവസാനിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ PSCയുടെ റാങ്ക് ലിസ്റ്റ്, നമ്മുടെ ടെന്റേറ്റീവ് എക്സാം കലണ്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സെപ്റ്റംബർ മുതൽ നവംബർ മാസം വരെ ഒന്ന് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നവംബർ വരെ ഒന്നും എന്ത് ചെയ്യാനായിട്ട് പോകുന്നില്ല, ഇത് നീണ്ടു പോകാനായിട്ട് പോകുന്നില്ല. എന്തായാലും ഈ പറഞ്ഞിരിക്കുന്നതിൽ സെപ്റ്റംബറിൽ തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിൽ നവംബറിൽ തന്നെ എന്ത് വരണം, റാങ്ക് ലിസ്റ്റ് വരണം. അതുകൊണ്ട് ഒരിക്കലും നവംബറിൽ എക്സാം നടത്തി അപ്പോൾ റാങ്ക് ലിസ്റ്റ് വരിക എന്നുള്ളത് പോസിബിൾ അല്ല. സോ മാക്സിമം ആണ് സെപ്റ്റംബർ. അതിന് മുന്നോട്ടേക്ക് കുറച്ചായാലും നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. സോ മാക്സിമം സെപ്റ്റംബർ വരെ മാത്രം നീണ്ടു പോകും എന്നുള്ളൊരു ധാരണയോട് കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ പഠിക്കാനായിട്ട്, അല്ലെ? അപ്പൊ എന്തുകൊണ്ട് ഈ VFA ഒരുപാട് മുന്നിൽ നിൽക്കുന്നു എന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങൾ പ്രിലിംസിനെ ഫോക്കസ് ചെയ്യണ്ട, നിങ്ങൾ മെയിൻസ് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പക്ഷെ അവിടെ നിങ്ങൾ VFAയുടെ മെയിൻസിന്റെ സിലബസ് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ VFAയുടെ സിലബസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ LDCയുടെ സെയിം സിലബസ് തന്നെയാണ്. LDCയുടെ സെയിം സിലബസ് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് വരുന്നത്, അല്ലെ? സോ ഇതിന് ശേഷം നടക്കാൻ പോകുന്ന LDയുടെ സിലബസിനാണെന്ന് എക്സാമിനാണെന്നുണ്ടെങ്കിലും ഇത് യൂസ്ഫുൾ ആണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി VFAയുടെ സിലബസ് കവർ ചെയ്യുന്ന ഒരാൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തും ചെയ്യും, മറ്റ് 10th ലെവൽ എക്സാംസിന്, മറ്റ് നടക്കാൻ പോകുന്ന കമ്പനി ബോർഡ് LGS ആണെങ്കിലും ബെവ്കോ LDC ആണെങ്കിലും 10th പ്രിലിംസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ VFAയുടെ സിലബസ് ആണ് കവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സിലബസും കംപ്ലീറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യാണ്, കവർ ചെയ്യുകയാണ്. കാരണം കൂട്ടത്തിലുള്ള ഏറ്റവും വൈഡ് ആയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത് കമ്പനി ബോർഡ് LGSയുടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിനേക്കാൾ വൈഡ് അല്ലെങ്കിൽ കൂടുതൽ ഏരിയ കവർ ചെയ്യുന്ന ഒരു സിലബസ് ആണ് ഇതിന് വരുന്നത്, ഈ പറയുന്ന VFAക്ക് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഒറ്റ സിലബസ് കവർ ചെയ്താൽ തന്നെ ഇത്രയും എക്സാമുകൾക്ക് നമുക്ക് അറ്റ് എ ടൈം 4 എക്സാമുകൾക്കാണ് ഈ ഒരു സിലബസ് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുക എന്നുള്ളതാണ് അവിടുത്തെ യാഥാർത്ഥ്യം. എസ്പെഷ്യലി അടുത്ത കൊല്ലത്തെ LD ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ VFAയുടെ സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത വർഷത്തേക്കുള്ള മുഴുവൻ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് LD ഒക്കെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, പഠിക്കാനായിട്ട് പറ്റും. കൂടുതൽ ടൈം റിവിഷനും കാര്യങ്ങൾക്കെല്ലാം കിട്ടുകയാണ്. പക്ഷെ ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം വരുന്നത്, ഓൾറെഡി ഇപ്പോഴത്തെ എക്സാം നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം 10th പ്രിലിംസ് ഇപ്പോൾ ഉടനെ വരാനായിട്ട് പോവുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾക്ക് ഉടനെ തന്നെ എന്ത് വരുന്നുണ്ട്, 10th പ്രിലിംസ് വരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ അടുത്ത് കുറെ പേര് പറയുന്നുണ്ട് പ്രിലിംസ് ഇനി പഠിച്ചാലും കിട്ടുമോ. ഓഫ് കോഴ്സ് ലാസ്റ്റ് റൗണ്ട് നമ്മൾ ഈ ഫോക്കസ് ഏരിയ ഒക്കെ പഠിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ പോയാൽ ഉറപ്പായിട്ടും നമുക്ക് 10th പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞല്ലോ 10th പ്രിലിംസ് എന്ന് പറയുന്ന ഒരു മിനിമം സ്റ്റഡി ലെവലിന് താഴെയുള്ളവരെ ഒഴിവാക്കുക എന്നുള്ള മാത്രമാണ്,
അല്ലാതെ എല്ലാവരെയും ഒഴിവാക്കി കളയുക അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടിയിലേക്ക് ഒന്നും എന്ത് പോകില്ല, നമ്മുടെ 10th പ്രിലിംസ് എക്സാം പോകില്ല. ഓക്കെ, അപ്പൊ ആ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ബട്ട് ഇൻ കേസ് നിങ്ങൾ ഈ പറയുന്ന പോലെ 10th പ്രിലിംസിന് ശേഷം നടക്കാൻ പോകുന്ന മെയിൻ എക്സാംസിൽ നിങ്ങൾ ഇതുവരെ ആ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നത് നമ്മുടെ VFAയുടെ എക്സാം തന്നെയാണ്. VFAയുടെ എക്സാം തന്നെയാണ്. ഈവൻ 10th പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റാതെ ആർക്കെങ്കിലും പോവാണെങ്കിൽ എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന പോലെ നല്ല രീതിയിൽ പഠിക്കുന്ന ഏതൊരാൾക്കും സിമ്പിളായിട്ട് 10th പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങൾ ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേ എക്സാമുകളിൽ മെയിൻസ് ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചിട്ടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇനി ബാക്കി ഒന്നിലേക്കും പോകാതെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് VFA തന്നെയാണ്. VFA എന്ന് പറയുന്ന ഈ ഒരു ജോലിയുടെ റെപ്യൂട്ടേഷൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സോ ഇനി അങ്ങോട്ട് പഠിച്ചാലും VFA ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഇനി അങ്ങോട്ടും VFA നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ്, നമുക്കറിയാം സെപ്റ്റംബർ ഒരു മാക്സിമം ആയിട്ട് കണക്ക് കൂട്ടുക അല്ലെ, മാക്സിമം സെപ്റ്റംബർ വരെയാണ്. അതിന് മുന്നേ ഉള്ള സമയങ്ങളിൽ തന്നെ നമ്മൾ നമ്മുടെ പഠിത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് റിവിഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കടന്നിരിക്കണം. അപ്പോൾ ഇനിയുള്ള ഈ ലിമിറ്റഡ് ടൈമിൽ നമുക്ക് VFA എങ്ങനെയൊക്കെ കവർ ചെയ്യണം എന്ന് ചോദിച്ചാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കവറേജ് കാര്യങ്ങളുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, സിലബസ് നമ്മൾ കംപ്ലീറ്റ്ലി ഒന്ന് കവർ ചെയ്യണം. അറ്റ്ലീസ്റ്റ് വൺ ടൈം ഒരു ക്ലാസ് വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ സിലബസിലെ എൻ്റയർ ഏരിയാസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കവർ ചെയ്തിരിക്കണം അല്ലെ. സിലബസ് കവർ ചെയ്യണം. സിലബസ് വെറുതെ കവർ ചെയ്യാന്നുള്ള മാത്രമാണല്ലോ, ഫോക്കസ് ഏരിയാസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കവർ ചെയ്യേണ്ടത് അല്ലെ. ഫോക്കസ് ഏരിയാസ് ബേസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പഠിത്തം എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഫോക്കസ് ഏരിയാസ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, PYQ ബേസ്ഡ് അല്ലെ, PYQ ബേസ്ഡ് റിവിഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യണം. ഓക്കെ, PYQ ബേസ്ഡ്. അതിനിപ്പോൾ എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾക്ക് PYQ ഒക്കെ പോയാൽ മതിയോ എന്ന് ചോദിച്ചാൽ ഇനി അതിനുള്ള ടൈം അല്ല അല്ലേ. നമ്മൾ സിലബസ് മാത്രമേ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കിന് ഏതൊക്കെയാണ് വരാറുള്ള PYQs എന്നൊക്കെയുള്ള നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം അല്ലേ. സോ അങ്ങനെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, കൂടുതൽ പ്രാക്ടീസ് അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, അങ്ങനെ ഫോക്കസ് ഏരിയ മനസ്സിലാക്കി പഠിക്കണം എന്നുണ്ടെങ്കിൽ പഠിത്തത്തിന്റെ കൂടെ തന്നെ PYQ ബേസ്ഡ് റിവിഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ PYQ ബേസ് നമ്മൾ പഠിക്കുന്നതിന്റെ സിലബസ് കവർ ചെയ്യുന്നതിന്റെ ഗുണം നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ എന്ത് അറ്റൻഡ് ചെയ്യണം, മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ റെഗുലർ ബേസിസിൽ നമ്മൾ മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്തിരിക്കണം അല്ലെ. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാന്നുള്ളത് ഇനി അങ്ങോട്ട് നമുക്കറിയില്ല, വെറുതെ പഠിച്ചോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ എക്സാം ഹാളിലേക്ക് എത്തുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് കണ്ട് ഞെട്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ പ്രാക്ടീസ് ചെയ്യണം. സോ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്താൽ എവിടേക്കാണ് നമ്മൾ ഫോക്കസ് കൂടുതൽ കൊടുക്കേണ്ടത്, ഏതൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് എന്നുള്ളതിനെ കുറിച്ച് എല്ലാം നമുക്ക് എന്ത് കിട്ടും, കൃത്യമായിട്ടൊരു ധാരണ കിട്ടും. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്കറിയാം നമ്മുടെ പുതിയ SCRT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ വന്ന എക്സാമ്പിൾ അനലൈസ് ചെയ്താൽ തന്നെ 2024 നിങ്ങൾക്ക് അറിയാം കമ്പയർഡ് ടു 2025 കൂടുതൽ ക്വസ്റ്റ്യൻസ് SCRT എന്ന് വരും. കാരണം കഴിഞ്ഞ വർഷമാണ് സിലബസ് ചേഞ്ച് ചെയ്യുന്നത്. ഈ വർഷം നടക്കാൻ പോകുന്ന എക്സാമ്പിളുടെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് SCRT ആയിരിക്കും. സോ SCRTയുടെ ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് പഠിക്കുക എന്നുള്ളത് നമുക്ക് എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് കറന്റ് അഫേഴ്സ് നമ്മൾ റെഗുലർ ആയിട്ട് എന്ത് ചെയ്യണം, പഠിച്ച് തന്നെ പോകണം. സോ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ, ഈ ലിമിറ്റഡ് ദിവസങ്ങളിൽ ഇങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് VFA കവർ ചെയ്യാനായിട്ട് പറ്റൂ അല്ലെ. VFA കവർ ചെയ്യാൻ, സോ VFA ഫോക്കസ് ചെയ്യാന്നുള്ളത് എപ്പോഴും ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം അതിനുവേണ്ടി പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ അറ്റ് എ ടൈം കുറെ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്ത് പോകുന്നുണ്ട് അല്ലെ. സോ അത്തരത്തിൽ ഈ പറയുന്ന പോലെ VFA ക്രാക്ക് ചെയ്യാൻ വേണ്ട എല്ലാ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാച്ച് തന്നെയാണ് നമ്മുടെ VFAക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രയാണം ബാച്ച് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്ന VFA BIBCOL കമ്പനി ബോർഡ് LGS എക്സാംസിനുള്ള ഒരു ഇന്റഗ്രേറ്റഡ് ബാച്ച് ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഇനി അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുള്ള നമുക്ക് ഇൻഡിവിജ്വൽ ബാച്ചസും ഉണ്ട്, ഒരുമിച്ച് പഠിക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് എന്താണ് കമ്പൈൻഡ് ബാച്ചസും ആണ് വരുന്നത്. സോ ഈ വരാൻ പോകുന്ന ലിമിറ്റഡ് ടൈമിൽ നമുക്കറിയാം ഓരോന്നിനും സെപ്പറേറ്റ് ഉള്ള ഡേയ്സ് വരുന്നുണ്ട്. സോ ഓരോ എക്സാമിനനുസരിച്ച് അതിന് വരുന്ന ഒരു ലിമിറ്റഡ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സിലബസ് കവർ ചെയ്ത് PYQ ബേസ്ഡ് റിവിഷനും പ്രൊവൈഡ് ചെയ്ത് കറന്റ് അഫയേഴ്സ് സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്ത് റെഗുലർ ബേസിൽ മോക്ക് ടെസ്റ്റും പ്രൊവൈഡ് ചെയ്ത് എല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന SCRTയുടെ ചാപ്റ്റർ വൈസ് ക്ലാസ്സും എല്ലാം പ്രൊവൈഡ് ചെയ്ത് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ട കംപ്ലീറ്റ് അസിസ്റ്റൻസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പാക്കേജ് തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രയാണം ബാച്ച് എന്ന് പറയുന്നത്. സോ ഇനിയും എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്തവരാണ്, അല്ലെങ്കിൽ ഇതുവരെയുള്ള പ്രിപ്പറേഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, എത്രയും നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ എക്സാമായിട്ട് ബന്ധപ്പെട്ട ടെൻഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് അവൈലബിൾ ആയിരിക്കും. സോ എത്രയും പെട്ടെന്ന് വിളിക്കുക, നിങ്ങളുടെ എല്ലാ കൺസേൺസും ഷെയർ ചെയ്യുക. ആൻഡ് എത്രയും വേഗം അഡ്മിഷൻസ് എടുത്തിട്ട് ഇനി നമുക്ക് വേസ്റ്റ് ചെയ്യാൻ ടൈമില്ല, എത്രയും വേഗം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. സോ അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിത്തമൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. ആൻഡ് ടിൽ ദെൻ ഓൾ ദ ബെസ്റ്റ്, സീ യു.